ഹായ് വ്യൂവേഴ്സ്, വിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അഫ്ഗാനി എഗ് കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അത് വളരെ ഈസിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ 3 കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സവാള ഒരെണ്ണം വലുത്, പിന്നെ 2-3 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. കട്ടിയുള്ള പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക കേട്ടോ. പുഴുങ്ങിയ മുട്ടയുണ്ടല്ലോ, അതിങ്ങനെ വരഞ്ഞു കൊടുക്കുക. അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ. അതിലേക്ക് പുഴുങ്ങിയ വരഞ്ഞ മുട്ടയുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മുളകും നന്നായിട്ട് ഉപ്പും ഒക്കെ പിടിക്കും. ലേശം ഉപ്പും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ചീനച്ചട്ടിയിലേക്ക് നമ്മൾ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു സവാള ഞാൻ പറഞ്ഞില്ല ചെറുതാക്കി അരിഞ്ഞത്, അതും കൂടി ഇടുക. അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യും കൂടി ഇടുന്നുണ്ട്, ഒരു 10-12 കാഷ്യൂ. എന്നിട്ട് നന്നായിട്ട് ജസ്റ്റ് വഴറ്റി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അത് തണുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. കണ്ടോ, ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ എടുത്ത വറുത്ത എണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതി. മുട്ട വറക്കാനെടുത്ത എണ്ണ, അതിലേക്ക് 2 ഏലക്ക, ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ 2 കരയാമ്പൂ, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ മിക്സ് അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ഉണ്ടല്ലോ, ഉലുവയുടെ ഉണങ്ങിയ ഇല വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ. അപ്പോൾ അതും കൂടി തിരുമിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ച എഗ്ഗ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈസി ആയിട്ടുള്ള അഫ്ഗാനി എഗ് കറി റെഡിയാകും. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടിയോ അപ്പത്തിൻ്റെ കൂടിയോ ചോറിൻ്റെ കൂടി വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ. ഇനി അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.